ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യമേ വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഇന്നലെ ഇട്ടിട്ടാണ് അവർ പോയത്, ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അകത്ത് ഡാൻസും മേളമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണങ്ങൾ വെറുതെ ഇരിക്കുന്നു. ഹായ് പറയൂ. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഓരോ ഫുഡ് അങ്ങനെയാണ് കൊണ്ടുവന്നേക്കണത്. പുറത്തുനിന്നൊന്നല്ല വാങ്ങിയത്. അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് ഓരോന്നായിട്ട് കൊണ്ടുവരും. അങ്ങനെ രാവിലെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. പത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മറൈൻ ഡ്രൈവിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പോൾ എല്ലാവരും നിന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. ആ ടൈമിൽ സാറ് കോണ്ടോപ്പൊക്കെ മേടിച്ചു. ഞങ്ങളെല്ലാവരും കോണ്ടോപ്പൊക്കെ കഴിക്കുവാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അതെ, ഫുഡ് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡബ്ബയിലാക്കി വെച്ചിരിക്കുകയാണ് നാട്ടുകാര്. മാമിന്റെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ. മാമിന്റെ നൂഡിൽസ് ആണ് കേട്ടോ. മെസ്സിന്റെ നൂഡിൽസ് മാത്രമല്ല ഗൈസ്, മെസ്സിന്റെ ബിരിയാണിയും കൂടി ഉണ്ട്. വാവ്. തിന്നിട്ട് അഭിപ്രായം പറയൂ. ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാമാണ് ചിക്കൻ ബിരിയാണി നൂഡിൽസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓരോന്നും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, വെള്ളയപ്പം, ഇഷ്ടിക്കറി, എന്തൊന്നാണ് ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ 65, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അച്ചാറുകളും. രാവിലെ ഞങ്ങൾ വെള്ളയപ്പവും ഇഷ്ടവും അതുപോലെ ബ്രെഡും ഇഷ്ടമൊക്കെ ഞങ്ങൾ രാവിലെ ചാവടിക്കാൻ നേരത്ത് ഇവിടെ നിന്ന് വെച്ചായിരുന്നു. ഇപ്പം ഞങ്ങളുടെ 2 ഓഫീസിലെ എല്ലാ ടീമും കൂടി ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടീമും എല്ലാവരും വന്നിട്ടുണ്ട്, സാറുമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറുമാരും മാമും ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞു. കഴിഞ്ഞ് 2 ടീമും 2ആയിട്ട് പോയി. ഞങ്ങൾ ഇവിടെ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഡാൻസ് പരിപാടി. ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുത്തത് കേട്ടോ. അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനാണ്.
കാരണം പുതിയ പേരിട്ട് ഒരാൾ. എന്റേത് നമ്മുടെ KDC-യുടെ ഞാനാ KDC-യുടെ പ്രിയങ്കരിയായ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് കൊച്ചിക്കാരിയാണ്. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ എല്ലാവരും തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാമിന് കൊടുത്തത് ഈ ഒരു ടോപ്പാണ്. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ കൊടുത്തപ്പോൾ ഡയറക്റ്റ് ആളുടെ പേര് പറയാതെ ആളെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആളെ മനസ്സിലാക്കി ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ വൈകുന്നേരം ഒരു 5 മണിക്കായപ്പോൾ സെലിബ്രേഷനും പരിപാടികളും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലോട്ട് കേക്കൊക്കെ മുറിച്ചു. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കലും സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസ് സെലിബ്രേഷൻ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ.